വിഷ്ണുശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ മാണിക്കോത്ത് മഹേന്ദ്രൻ്റെ ആ ഒരു വീടിൻ്റെ ബാൽക്കണിയാണ് കാണിക്കുന്നത്. അന്നേരം ലാസർ സ്വാമിയും ഒക്കെ ഉണ്ട്. മഹേന്ദ്രനാണെങ്കിൽ ആകെ മദ്യപിച്ച് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. തുടർന്നാണെങ്കിൽ മഹേന്ദ്രൻ അവിടെ പറയുകയാണ്, മഹേന്ദ്രൻ എന്തായാലും ജയിച്ചേ മതിയാവും, അതിലിപ്പോൾ മക്കളാണെങ്കിലും ആ ഒരു വാശി ഞാൻ നേടുക തന്നെ ചെയ്യും. അതുകൊണ്ട് കടയ്ക്കൽ കത്തി വയ്ക്കാൻ തന്നെയാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. സ്വന്തം ചോരയെങ്കിൽ ചോര എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അന്നേരം സ്വാമി പറയുന്നുണ്ട്, അത് വേണോ? ചോരയോടാണ് മത്സരിക്കുന്നത്, മക്കളെ ആപത്തിലാക്കും എന്നിങ്ങനെ പറയുമ്പോൾ മഹേന്ദ്രന് വാശി തന്നെയാണ് വലുത്. മക്കൾ അതിനേക്കാളും മേലെയാണെങ്കിൽ അതൊന്നും മഹേന്ദ്രൻ അങ്ങോട്ട് കാര്യമാക്കുന്നില്ല. ലാസറെ, നീ എന്താണെന്ന് വെച്ചാൽ ചെയ്തോ എന്ന് പറയുകയാണ്. അതായത് ശിവനെയോ ചന്ദ്രയോ ആരെയായാലും ഇല്ലാതാക്കാനായിട്ട് അവിടെ മഹേന്ദ്രൻ ജയിക്കാൻ വേണ്ടി ആ ഒരു സ്വന്തം മക്കളുടെ ആ ഒരു കൊട്ടേഷൻ തന്നെ തൻ്റെ ഒരു ജോലിക്കാരനെ ഏൽപ്പിക്കുകയാണ് മഹേന്ദ്രൻ അവിടെ ചെയ്യുന്നത്. അന്നേരം സ്വാമി ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്നുണ്ട്. ആ ഒരു എന്ത് ചെയ്യണം, മഹേന്ദ്രൻ പറഞ്ഞതനുസരിക്കണം എന്നുള്ള രീതിക്ക് ലാസറും നിൽക്കുകയാണ്. അതിനുശേഷം അവിടെ സത്യഭാമയുടെ വീട്ടിൽ രാഘവൻ നായരാണെങ്കിൽ രാത്രി കിടക്കാനായിട്ട് റൂമിലേക്ക് പോകുമ്പോൾ ശിവനാണെങ്കിൽ ഇങ്ങനെ ഉമ്മറത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുകയാണ്. അന്നേരമാണെങ്കിൽ എൻ്റെ മോനെ വിഷ്ണു, നീ എന്തെടുക്കുക എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അന്നേരം പുറത്ത് നല്ല കാറ്റുണ്ടെന്നൊക്കെ പറയുമ്പോൾ ഇപ്പോൾ മഞ്ഞ് വീഴും, നീ അകത്ത് പോയി കിടക്കുക എന്ന് പറയുകയാണ്. അന്നേരം ഞാൻ പിന്നെ പോന്നോളാം, അച്ഛൻ പോയി കിടന്നു എന്ന് പറഞ്ഞ് ശിവൻ ഒഴിവാക്കാനാണ്. പക്ഷേ രാഘവൻ നായർ വിടുന്നില്ല. രാഘവൻ നായരാണെങ്കിൽ അകത്തേക്ക് ചെല്ലുന്നുണ്ട്, അടുത്തേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് അവിടെ ഉമ്മറത്തിരിക്കുന്നുണ്ട്. എന്നിട്ട് പഴയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. മുമ്പൊക്കെ ആണെങ്കിൽ ഞാനും ഭാമയും കൂടി ഇങ്ങനെ അന്നത്തെ വിശേഷങ്ങളൊക്കെ പറയാനായിട്ട് അത്താഴമൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ വന്നിരിക്കാറുണ്ട്. അന്ന് കുറേ കാര്യങ്ങളൊക്കെ അന്ന് നടന്ന കാര്യങ്ങളും ഇനി നടത്താൻ പോകുന്നതും ചില നഷ്ടങ്ങളും നടക്കാത്ത സ്വപ്നങ്ങളും ഒക്കെ ഉണ്ടാകും നമുക്ക് സംസാരിക്കാനായിട്ട്. പക്ഷേ ഇന്നത്തെ കാലത്ത് ഭാര്യയ്ക്കും ഭർത്താവിനും ഒന്നിനും സമയമില്ല എന്നൊക്കെ പറഞ്ഞ് ആ ഒരു പഴയ അതൊക്കെ രാഘവൻ നായർ പറയുകയാണ്. ഇപ്പോൾ എല്ലാം വെട്ടിപ്പിടിക്കാനുള്ള ഓട്ടമല്ലേ, അതുകൊണ്ട് ആർക്കും ഒന്നിനും സമയമില്ല എന്നൊക്കെ പറഞ്ഞ് രാഘവൻ നായർ ശിവനോട് ഇങ്ങനെ സംസാരിച്ചിരിക്കുകയാണ്. അതിനുശേഷം രാഘവൻ നായരാണെങ്കിൽ വീണ്ടും ചോദിക്കുന്നുണ്ട്, നിനക്കും ശാലിനിക്കും തമ്മിൽ എന്താ വഴക്ക് വല്ലതും ഉണ്ടോ? നിങ്ങൾ പഴയ പോലെയൊന്നുമല്ല, എൻ്റെ മോൻ വിഷ്ണു അല്ല ഇപ്പോൾ ശാലിനിയുടെ കൂടെ ഉള്ളത് എന്നൊക്കെ എനിക്ക് തോന്നുന്നുണ്ട് എന്ന് പറയുമ്പോൾ ശിവനിങ്ങനെ മനസ്സിൽ കരുതുകയാണ്, ഈശ്വര, ഓർമ്മയൊക്കെ തിരിച്ചു വരികയാണോ? ഇത് തന്നെ പറ്റിയ അവസരം, ഞാൻ വിഷ്ണു അല്ല ശിവനാണ് എന്നുള്ളത് പറയാമല്ലോ. അങ്ങനെ ഇവിടെ നീ കുടുക്കിയിൽ നിന്ന് എനിക്ക് രക്ഷപ്പെടുകയും ചെയ്യാം എന്നൊക്കെ ഇങ്ങനെ ഈ അഭിനയം എന്ന് പറയുന്നത് ഒന്നാമത് എനിക്ക് വശമല്ല. ഇവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള വഴി ഇത് തന്നെ എന്നൊക്കെ ഇങ്ങനെ ശിവൻ ആലോചിച്ച് നിൽക്കുകയാണ്. ഈ സമയത്ത് സത്യഭാമയാണെങ്കിൽ മോളിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ഇവരിങ്ങനെ സംസാരിക്കുന്നത് കണ്ട് അവിടെ നിൽക്കുന്നുണ്ട്. തുടർന്നാണെങ്കിൽ വീണ്ടും സത്യഭാമ അങ്ങോട്ടത്തേക്ക് വരുന്നില്ല, അവിടെ നിന്ന് കേൾക്കുകയാണ്. എന്നിട്ട് രാഘവൻ നായർ ചോദിക്കുന്നുണ്ട്, അല്ല മോനെ വിഷ്ണു, നീ എന്താ ആലോചിക്കുന്നത്? എനിക്ക് മനസ്സിലാവുന്നുണ്ട്, ഇപ്പോഴത്തെ പിണക്കമൊക്കെ മാറാവുന്നതേ ഉള്ളൂ. നിനക്ക് ശാലിനിയോടുള്ള സ്നേഹം തന്നെയാണ് അതിന് കാരണം. അതൊക്കെ അതിനെ മാറാൻ വേണ്ടി തന്നെയാണ് നാളത്തെ ആഘോഷം വലിയൊരു ചടങ്ങ്, വലിയൊരു ആഘോഷമായിട്ട് ഞാൻ നടത്തുന്നത്. നിങ്ങൾ ഇതുപോലെ ഒരുപാട് കാലം ജീവിക്കണം എന്നൊക്കെ പറയുകയാണ്. അന്നേരം ശിവൻ കരുതുന്നുണ്ട്, ശരി, ഇത് ഓർമ്മയൊന്നും വന്നിട്ടില്ല, ഇതിപ്പോൾ രോഗം മൂർച്ഛിക്കുന്നതേ ഉള്ളൂ, എങ്ങനെയാണ് ഒന്ന് രക്ഷപ്പെടുക എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ച് നിൽക്കുന്നുണ്ട്. അന്നേരം ഭാമ അവിടെ തന്നെ നിന്ന് ഇതൊക്കെ കേൾക്കുകയാണ്. തുടർന്ന് പറയുന്നുണ്ടെങ്കിൽ നീ ചെല്ല്, റൂമിലേക്ക് പോയി കിടക്കുക എന്ന് പറയുമ്പോൾ അച്ഛൻ പോയിക്കോ, ഞാൻ പിന്നീട് കിടന്നോളാം എന്ന് പറയുകയാണ്. അന്നേരം അതെന്താ അങ്ങനെ, ഇങ്ങോട്ട് വന്നേ, നിന്നെ റൂമിൽ ഞാൻ കൊണ്ടാക്കാം, ഇങ്ങോട്ട് വന്നേന്നും പറയുകയാണ്. അതിന് പിന്നെ പറയുന്നുണ്ട്, ഈ തമിഴ്നാട്ടിലൊക്കെ ശാന്തി മുഹൂർത്തം എന്നൊരു ചടങ്ങുണ്ട്, ഇപ്പോൾ നമ്മുടെ നാട്ടിൽ അതൊക്കെ ആഘോഷിക്കുന്നുണ്ട്. അതുപോലെ ഒന്നാണ് ഇന്നെന്ന് കരുതിയാൽ മതി, അതിനു വേണ്ടിയാണ് ഞാൻ കുട്ടികളെ മാറ്റി കിടത്തിയതെന്നൊക്കെ പറയുമ്പോൾ ഭാമ ഇതൊക്കെ ഇങ്ങനെ കേട്ട് നിൽക്കുകയാണ്. ശിവനാണെങ്കിൽ എന്ത് പറയണമെന്നറിയാതെ നിൽക്കുന്നുണ്ട്. നീ ഇങ്ങോട്ട് വന്ന് നിന്നെ ഞാൻ റൂമിൽ കൊണ്ടാക്കാമെന്നും പറഞ്ഞ് ബലമായിട്ട് ശിവനെ പിടിച്ചുകൊണ്ട് വരികയാണ്. അന്നേരം എന്നിട്ട് ഭാമയുടെ അടുത്ത് എത്തുന്നുണ്ട്. എന്നിട്ട് ശിവനെയും കൊണ്ട് കോണിപ്പടി കയറാൻ തുടങ്ങുകയാണ്. നീ വന്നേന്നും പറഞ്ഞ്. അന്നേരം ശിവൻ അവിടെ നിൽക്കുന്നുണ്ട്. അന്നേരം ഭാമ രാഘവൻ 2 സ്റ്റെപ്പ് കയറി. അന്നേരം ഭാമ പറയുന്നുണ്ട്, നീ തൽക്കാലം റൂമിലേക്ക് ചെല്ല്, രാഘവേട്ടൻ ഉറങ്ങിക്കഴിഞ്ഞതിന് ശേഷം ഞാൻ വന്ന് വിളിച്ചോളാം, അപ്പോഴ് വന്നാൽ മതി എന്ന് പറയുകയാണ്. അന്നേരം നീ എന്താ പറയുന്നത്, അമ്മയും മോനും കൂടി എന്താ ഒരു കുശുകുശുപ്പ് എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. എന്നിട്ട് രാഘവൻ നായർ തന്നെ പറയുന്നുണ്ട്, ഇതൊക്കെ ഇവന് എന്തായാലും സ്നേഹമൊക്കെ ഉണ്ട്, എന്തൊക്കെയോ പ്രശ്നങ്ങളാണ്, അതൊക്കെ ഞാൻ തീർത്തോളാം എന്ന് പറഞ്ഞ് വന്നേന്നും പറഞ്ഞ് രാഘവൻ നായർ വീണ്ടും ശിവനെയും പിടിച്ചുകൊണ്ട് മുകളിലേക്ക് പോവുകയാണ്. പോകുന്ന വഴിക്കും ഐക്യത്തോടെ കഴിയണം, ഒരുമിച്ച് കഴിയണം എന്നൊക്കെ ഉപദേശങ്ങളൊക്കെയാണ്. അതിനുശേഷം റൂമിൽ ചെല്ലുന്നുണ്ട്. എന്നിട്ട് ശാലിനിയോടെ കട്ടിലിങ്ങനെ ഇരിക്കുകയാണ്. എന്നിട്ട് ശിവനെയും പിടിച്ചുകൊണ്ട് ചെല്ലുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ദേ മോളെ, ഞാൻ കൈയോടെ കൂട്ടിക്കൊണ്ട് വന്നിട്ടുണ്ട്, വഴക്കും പിണക്കമൊക്കെ മാറ്റി വെച്ച് എന്തെങ്കിലും മിണ്ടിയും പറഞ്ഞ് ഇരിക്കുമെന്ന് പറയുകയാണ്. അന്നേരം
ശിവൻ ഇങ്ങനെ ശാലിനിയെ തന്നെ നോക്കിയാണ്. ശാലിനി അകപ്പാടെ ദേഷ്യപ്പെട്ട് നിൽക്കുകയാണ്. തുടർന്നാണെങ്കിൽ ശിവൻ അങ്ങനെ രാഘവൻ നായരുടെ കൈയങ്ങ് മാറ്റിയിട്ട് ഇങ്ങനെ ഇറങ്ങാൻ തുടങ്ങി. നീ എങ്ങോട്ടാണ് പോകുന്നത്, ഇങ്ങോട്ട് വന്നേന്നും പറഞ്ഞ് വീണ്ടും പിടിച്ചു നിർത്തുകയാണ്. അന്നേരം ഞാൻ കുറച്ച് കഴിഞ്ഞ് എന്നൊക്കെ പറയുമ്പോൾ കുറച്ച് കഴിഞ്ഞൊന്നുമില്ല, അങ്ങോട്ട് പോയേന്നും പറഞ്ഞ് അങ്ങ് മുറിയിലോട്ടാക്കിയിട്ട് രാഘവൻ നായർ അങ്ങോട്ട് ഇറങ്ങാൻ തുടങ്ങുകയാണ്. എന്നിട്ട് വീണ്ടും ശിവൻ പിന്നാലെ ചെല്ലുന്നുണ്ട്. അതെങ്ങനെ ശരിയാവും, അങ്ങോട്ട് പോയി കിടന്നേന്നും പറഞ്ഞ് ശിവനെ വീണ്ടും മുറിക്കകത്താക്കിയിട്ട് രാഘവൻ നായർ കതവങ്ങ് ലോക്ക് ചെയ്യുകയാണ്. ശിവൻ തുറക്ക് എന്നൊക്കെ വിളിക്കുന്നുണ്ട്. ശാലിനി ആകപ്പാടയില്ല, ദേഷ്യപ്പെട്ടില്ല, കലിയൊക്കെ തുള്ളിങ്ങനെ നിൽക്കുകയാണ്. എന്നിട്ട് ശിവൻ ശാലിനിയെ ശ്രദ്ധിക്കുന്നുണ്ട്. കതവ് തുറക്കാനും പറ്റുന്നില്ല. അന്നേരം ഇവനിനി ഞാൻ പോകുമ്പോൾ ഇറങ്ങിപ്പോയാലോ, വെളിയിൽ നിന്ന് ലോക്ക് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് രാഘവൻ നായർ ലോക്ക് ചെയ്യുകയാണ്. അന്നേരം ശിവൻ അച്ഛാ തുറക്ക് എന്നൊക്കെ വിളിക്കുമ്പോൾ അവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കണ്ട, ഞാൻ പുറത്തുനിന്ന് പൂട്ടി എന്നിങ്ങനെ പറയുകയാണ്. ശിവനാകെ തലേ കൈയ്യുകയാണ്. എന്നിട്ട് രാഘവൻ നായർ അങ്ങ് പോകുന്നുണ്ട്. അന്നേരം ശിവൻ്റെ ആ ഒരു നിപ്പ് കണ്ടിട്ട് ശാലിനി ചോദിക്കുന്നുണ്ട്, എന്താ ഉദ്ദേശവും ചോദിക്കുകയാണ്. അന്നേരം എനിക്കൊരു ഉദ്ദേശവുമില്ല, എൻ്റെ ഗതികേട് കൊണ്ടാണ് ഞാൻ ഇങ്ങോട്ടത്തേക്ക് വന്നത് എന്ന് പറയുകയാണ്. അന്നേരം എൻ്റെ വിഷ്ണുവേട്ടനല്ലാതെ വേറെ ആരെയും മുറിയിൽ കയറുന്നത് പോലും എനിക്കിഷ്ടമല്ല, പുറത്ത് പോ എന്നിങ്ങനെ ശാലിനി ആകെ ഷൗട്ട് ചെയ്യുകയാണ്. അന്നേരം വീണ്ടും ശിവനാണെങ്കിൽ ലോക്ക് ഇങ്ങനെ നോക്കിയിട്ട് പുറത്തുനിന്ന് പൂട്ടിയിരിക്കുകയാണ്. ഞാൻ ഇങ്ങോട്ട് കയറി വന്നപ്പോൾ സത്യാമ്മ കണ്ടു. അപ്പോൾ സത്യാമ്മ പറഞ്ഞു, അച്ഛൻ ഉറങ്ങുന്നത് വരെയുള്ള സമയം, ആ സമയം ഞാനും ശാലിനിയും കൂടി സഹിക്കുക, അത്രയേ ഉള്ളൂ. ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ഒരു ഗതികോട്, ആ അച്ഛൻ്റെ ആ ഒരു രോഗാവസ്ഥ, ആ അച്ഛനെ മകനോടുള്ള ആ ഒരു സ്നേഹം, വിഷ്ണു ആണെന്നല്ലേ എന്നെ കരുതിയിരിക്കുന്നത്, അതുകൊണ്ടൊക്കെയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അന്നേരവും ശാലിനി ഇങ്ങനെ മിണ്ടാതെ നിൽക്കുന്നുണ്ട്, അതൊക്കെ കേട്ടുകൊണ്ട്. എന്നിട്ട് ആ ഒരു സമയം സത്യാമ്മ വരുന്നത് വരെയുള്ള സമയം ക്ഷമിക്കുക, അതല്ലാതെ വേറൊന്നും ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ ഇങ്ങനെ ശിവൻ പറയുകയാണ്. എന്നിട്ട് അപ്പോൾ ശാലിനി ഒരു നിമിഷം ഒന്ന് അടങ്ങുകയാണ്. എന്നിട്ട് ശാലിനി അവിടെ കട്ടിൽ തന്നെ ഇരിക്കുന്നുണ്ട്. ശിവൻ ഇങ്ങനെ അവിടെയൊക്കെ ഇങ്ങനെ കണ്ണോടിക്കുമ്പോൾ വിഷ്ണുവിൻ്റെ ഫോട്ടോ ഇങ്ങനെ ചുവരി തൂക്കിയിരിക്കുന്ന കാണുകയാണ്. അന്നേരം ആ ഫോട്ടോ കാണുമ്പോൾ ശിവൻ ആ നെഞ്ചിങ്ങനെ ചെറുതായിട്ട് വേദനിക്കുന്ന പോലെ കൈ ഇങ്ങനെ വെക്കുന്നുണ്ട്. എന്നിട്ട് ശിവൻ എന്തോ ഒരു പ്രത്യേകത എന്ന പോലെ ശിവനാണെങ്കിൽ അടുത്തേക്ക് ചെന്നിട്ട് ആ ഫോട്ടോയിൽ ഇങ്ങനെ കൈ വയ്ക്കാനായിട്ട് പോകുമ്പോൾ ശാലിനി ഇടയ്ക്ക് കയറുകയാണ്. തൊട്ടുപോകരുതെന്ന് പറയുകയാണ്. എൻ്റെ വിഷ്ണുവേട്ടൻ്റെ ഫോട്ടോയിൽ പോലും നിങ്ങൾ തൊട്ടുപോകരുതെന്നും പറഞ്ഞ് ആ ഫോട്ടോയ്ക്കും ശിവനും ഇടയ്ക്ക് അങ്ങനെ നിൽക്കുകയാണ്. അന്നേരം കഷ്ടം തന്നെ എന്നിങ്ങനെ ശിവൻ പറയുന്നുണ്ട്. എന്നെ ഒരു അന്യനായിട്ട് പോലും ശാലിനിക്ക് കാണാനായിട്ട് സാധിക്കുന്നതല്ലേ, ശാലിനി ഒന്നും മനസ്സിലാക്കണം. ഞാൻ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇടിച്ചു കയറാനായിട്ട് വന്നവനല്ല, ഞാൻ ആരാണെന്നും എന്താണെന്നും എന്നുള്ളൊരു ബോധ്യവും എൻ്റെ സ്ഥാനവും ഒക്കെ എനിക്ക് അറിയാം. ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ഒരു വിയോഗമാണ് എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പം ശിവോഹമല്ല അല്ലേ എന്നിങ്ങനെ ശാലിനി ചോദിക്കുകയാണ്. അന്നേരം അല്ല, വിഷ്ണുവിൻ്റെ ആ ഒരു വേർപാട് കൊണ്ട് ഇവിടേക്ക് വരാനുള്ള ആ ഒരു വിഷ്ണുവിൻ്റെ നിയോഗം കൊണ്ട് എനിക്ക് ഇങ്ങോട്ട് വരാനുള്ള ഒരു വിയോഗമാണ് എന്നിങ്ങനെ പറയുന്നുണ്ട്. അല്ലാതെ ഞാൻ നിങ്ങളിലൊന്നും ചെയ്യില്ല, എനിക്ക് എന്താണെന്നുള്ളതൊക്കെ എനിക്കറിയാം, അത് മറന്ന് എൻ്റെ നില മറന്ന് ഞാനൊന്നും ചെയ്യില്ല എന്നൊക്കെ ഇങ്ങനെ വിശ്വസിക്കാമെങ്കിൽ വിശ്വസിക്കുക, എൻ്റെ ഒരു ഗതികേടാണ് എന്നൊക്കെ ഇങ്ങനെ ശിവൻ പറയുന്നുണ്ട്. എന്നിട്ട് ശിവനാണെങ്കിൽ വീണ്ടും ലോക്ക് തുറക്കാനായിട്ട് ശ്രമിക്കും. പുറത്തുനിന്ന് പൂട്ടിയിരിക്കുകയാണല്ലോ. അങ്ങനെ നിന്ന് ശിവനാണെങ്കിൽ ആ കതവിൻ്റെ താഴെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ശാലിനി കട്ടിൽ തന്നെ ഇരിക്കുകയാണ് അതേസമയം. എന്നിട്ട് ശിവൻ ചാരിയിരുന്നങ്ങ് ഉറങ്ങിപ്പോകണം. സമയം ഒരുപാട് കടന്നു പോകുന്നുണ്ട്. അന്നേരം ക്ലോക്ക് ഇങ്ങനെ ആ സമയം മാറുന്നതൊക്കെ കാണിക്കുകയാണ്. അന്നേരം ശിവൻ ഇരുന്നങ്ങ് ഉറങ്ങുന്നുണ്ട്. കുറച്ച് സമയം കഴിയുമ്പോൾ ഫാമ വന്ന് വാതിലിങ്ങനെ ലോക്ക് ചെയ്യുന്ന ആ ശബ്ദം കേൾക്കുമ്പോൾ ശിവൻ എണീക്കുന്നുണ്ട്. അവിടുന്ന് ഫാമ കതവ് തുറന്ന് വരികയാണ്. അന്നേരം അച്ഛൻ എന്നിങ്ങനെ ശിവൻ ചോദിക്കുമ്പോൾ രാഘവേട്ടൻ ഉറങ്ങി എന്ന് പറയുകയാണ്. എന്നിട്ട് ആ ശാലിനിയുടെ മുഖത്തേക്ക് നോക്കാനായിട്ട് സത്യഭാമയ്ക്കൊരു ചെറിയ ഇതുപോലെ അത് പറ്റുന്നില്ല ഫാമയ്ക്കാണെങ്കിൽ. എന്നിട്ട് ശിവൻ പെട്ടെന്ന് റൂമിൽ നിന്ന് ഇറങ്ങി പോവുകയാണ്. ശാലിനിക്ക് മുഖം കൊടുക്കാതെ ഫാമയും പെട്ടെന്ന് അങ്ങ് റൂമിൽ നിന്ന് ഇറങ്ങുന്ന ആ ഒരു സെക്കൻഡിൽ തന്നെ ശാലിനി ഓടി വന്നിട്ട് ആ കതവ് വലിച്ചങ്ങോട്ട് അടച്ച് കുറ്റിയിടുകയാണ്. അത് സത്യഭാമയുടെ ആ ചെവിക്കലിനടിച്ച പോലെ അത് ശബ്ദം ഇങ്ങനെ കേൾക്കുന്നുണ്ട്. ഫാമ ഇങ്ങനെ തിരിഞ്ഞു നോക്കുന്നുണ്ട്. പക്ഷെ ഫാമയ്ക്കൊന്നും പറയാനായിട്ട് കഴിയില്ലല്ലോ. ഒരു വിഷ്ണുവിൻ്റെ ഇതിൽ ആ ഒരു അന്യപുരുഷൻ്റെ റൂമിലേക്ക് കയറ്റി വിട്ടതിൽ സത്യഭാമയ്ക്കൊരു ഇത് തോന്നുന്നുണ്ട്. പക്ഷെ ഒന്നും ചെയ്യാനായിട്ട് സാധിക്കുന്നില്ലല്ലോ. എന്നിട്ട് ഫാമയങ്ങ് വിഷമത്തിൽ ഇറങ്ങി പോവുകയാണ്. ശാലിനി ഇങ്ങനെ ആകെ വിഷമിച്ച് നിൽക്കുകയാണ്. അതിന് ശേഷം കാണിക്കുന്നത് പിറ്റേന്ന് രാവിലെയാണ്. പിറ്റേന്ന് രാവിലെ ആ വീടൊക്കെ ഇങ്ങനെ അലങ്കരിച്ചിട്ടുണ്ട്. ആ ഒരു വെഡിങ് ആനിവേഴ്സറിയുടെ തന്നെയാണ്. ഹാരമൊക്കെ വെച്ചിങ്ങനെ തോരണമൊക്കെ കെട്ടി അലങ്കരിച്ചിരിക്കുകയാണ്. അവിടെ ഹാളിൽ തിരുമേനി വന്നിട്ടുണ്ട്. നിറ പറയുന്ന നിലവിളക്കും ഒക്കെ ആയിട്ടൊരു വെഡിങ് ആനിവേഴ്സറിയുടെ ആ ഒരു ഇത് തന്നെ കാണിക്കുന്നുണ്ട്. ഈ കുട്ടികളൊക്കെ നന്നായിട്ട് ഒരുങ്ങി റെഡിയായി. ഇപ്പോൾ സത്യയും പപ്പിയും കൂടി മുറ്റത്ത് നിന്ന് ഇങ്ങനെ ബോൾ കളിക്കുകയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എറിഞ്ഞ് കളിക്കുന്നുണ്ട്. അന്നേരം ഇപ്പോൾ ഇവിടെ വലിയ ആഘോഷമാണല്ലേ എന്നൊക്കെ പപ്പി പറയുന്നുണ്ട്. അന്നേരം അച്ചച്ചൻ്റെ രോഗാവസ്ഥ ആയതുകൊണ്ട് അതൊന്നും കാര്യമാക്കണ്ടെന്നാണ് സത്യമ്മ പറഞ്ഞത്. എന്നാലും നമുക്ക് നോക്കാം എന്ത് നടക്കുമെന്നൊക്കെ പറഞ്ഞ് ഈ കുട്ടികൾ ഇങ്ങനെ ബോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൈമാറി കളിക്കുകയാണ്.
ഈ സമയത്ത് അവിടെ റൂമിൽ ശാലിനിയാണെങ്കിൽ റെഡിയായി നിൽക്കുന്നുണ്ട്. അതൊരു സാധാ വേഷത്തിൽ തന്നെയാണ്. പക്ഷേ ശാലിനി ഇങ്ങനെ ആകെ ദേഷ്യത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നടക്കുകയാണ്. ഇത്രയുമേ ഈ ഒരു എപ്പിസോഡിൽ കാണിക്കുന്നുള്ളൂ. അതിനുശേഷമാണ് നേരത്തെ കാണിച്ച പ്രമോയിൽ പോലെ സത്യാമ്മ വരുന്നത്. പിന്നീട് രാഘവൻ നായർ വിഷ്ണു എന്നിങ്ങനെ താഴെ ഇരുന്ന് അങ്ങോട്ട് വിളിക്കുമ്പോൾ ശിവനാണെങ്കിൽ ഒരുങ്ങി റെഡിയായി താഴേക്ക് വരുന്നതും ആ ഒരു മാല എടുക്കുന്ന ആ ഒരു സീനൊക്കെ നാളത്തെ എപ്പിസോഡിലാണ്. അതെന്താകും എന്നുള്ളത് നോക്കാം. വെഡിങ് ആനിവേഴ്സറി നടക്കാൻ പോകുന്നില്ല, മുടങ്ങുമായിരിക്കും. കാണാം. ഓക്കെ, താങ്ക് യു.